ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവുകയാണ്. നമ്മുടെ ന്യൂ ബോൺ ഉള്ള വീടുകളിൽ അമ്മമാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയിൽ കുഞ്ഞുവാവ ഉണർന്നിരിക്കുന്നുണ്ട്, നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രിയാണ് ഉണർന്നിരിക്കുന്നത്, പകൽ മുഴുവനും കിടന്നുറക്കം എന്നൊരു പരാതിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ കുഞ്ഞുവാവ അമ്മയുടെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കണേ, അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും അമ്മയുടെ ഓരോ മൂമെൻറ്റ്സും അനുസരിച്ച് കുഞ്ഞിന് ആ ഒരു റിതമിക്കായിട്ടുള്ള മൂമെൻറ്റ്സ് ആയിരിക്കും കുഞ്ഞ് ഫീൽ ചെയ്യണത്. അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് നല്ല രീതിയിൽ പകൽ സമയം വയറ്റിനകത്ത് ഉറങ്ങുകയും അമ്മ നൈറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയം, അതായത് രാത്രി ഉറങ്ങുന്ന സമയം കുഞ്ഞ് ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. അത് ക്വൈറ്റ് നാച്ചുറലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അമ്മമാർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം ഉണർന്നിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചവിട്ടുകയും വയറ്റിൽ ചവിട്ടുകയും ഒക്കെ ചെയ്യണത് അല്ലേ, ഒരു 7-8 മന്ത് ഒക്കെ ആവുന്ന സമയത്ത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. അവര് ഡെലിവറി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പുറത്തു വന്ന് കഴിഞ്ഞിരുന്നാലും അവരുടെ ഈ ഒരു ടൈം ഒന്ന് നമ്മുടെ ടൈം ടേബിളിലോട്ട് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. വയറ്റിനകത്തുള്ള സമയം ഉള്ള ടൈം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന സമയത്തും അവര് ഉള്ളത്. കാരണം അവര് പകല് മൊത്തം ഉറക്കമായിരിക്കും, നൈറ്റ് ആയിരിക്കും അവർ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, കുഞ്ഞ് എപ്പോ ഉറങ്ങുന്നു അപ്പോഴും അമ്മമാരും ഉറങ്ങിക്കൊള്ളണം എന്നുള്ളതാണ്. കാരണം ഉറക്കം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ലാക്ടേറ്റിംഗ് മദേഴ്സിന്. അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരാനും ഫീഡിങ്ങിന് ഇഷ്യൂസ് വരാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. കുഞ്ഞ് ആക്റ്റീവാണ്, കുഞ്ഞ് നന്നായിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ട്, അപ്പിയിടുന്നുണ്ട്, ഫീഡിങ് ഓക്കെയാണ്, പകൽ സമയങ്ങള് ഉറക്കം ഓക്കെയാണ്, നൈറ്റ് ആക്റ്റീവ് ആയിരിക്കുന്നതും ക്വൈറ്റ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അപ്പിയിടുന്നതും മൂത്രം ഒഴിക്കുന്നതും എല്ലാം കറക്റ്റ് ഒരു രീതിയിൽ തന്നെ പോകുന്നുണ്ട്, ഫീഡിങ്ങും കറക്റ്റ് രീതിയിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. ക്വൈറ്റ് അത് നമ്മുടെ ടൈം ടേബിളിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും കുഞ്ഞുങ്ങൾക്ക്. അത് പതിയെ തന്നെ അത് നമ്മുടെ ടൈം ടേബിളിലോട്ട് എത്തുകയും ചെയ്യും. അപ്പോൾ വളരെ കുറച്ചൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.